കല്യാണത്തിന് മുന്നേ എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്ത് ഞാൻ നാട് വിട്ടു പോകാൻ എൻ്റെ പരിപാടി. ഈ വീഡിയോസ് അല്ല ഇന്നേ വരെ എൻ്റെ പേരിൽ എഴുതരാത്ത വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ അവരെ നോക്കുമെന്നുള്ള പേടി കൊണ്ടാണ്. നോക്കെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. എനിക്കത് കുഴപ്പമില്ല. എൻ്റെ എപ്പോഴും പ്രശ്നമാകുമ്പോൾ ഇറങ്ങിപ്പോ എന്ന് പറയും. സ്വന്തം അച്ഛനെയും അമ്മയും നാട്ടുകാരുടെ മുമ്പിൽ മോശക്കാരായി ചിത്രീകരിച്ച് യൂട്യൂബിൽ വീഡിയോ ഇട്ട് വ്യൂസ് കൂട്ടി കാശുണ്ടാക്കുന്ന ഒരു പരമനാറിയെ പറ്റി സംസാരിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഡ്രീം റൈഡർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു ചാനലിൽ വന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അത് മൊത്തവും കണ്ടില്ല, കുറച്ചു നേരം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അപ്പൊ തന്നെ നിർത്തി, അത് വിട്ട് കളഞ്ഞു. അത് മൊത്തം കാണാതിരുന്നില്ല. അടുത്ത വീഡിയോ കണ്ട് ഞാൻ അങ്ങ് പോയി. അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചേ ഇല്ല, ആ ഒരു വീഡിയോ പറ്റി ഓർത്തുമില്ല. എന്നാൽ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത്, യൂട്യൂബറാണ്, നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കും, വിവി ഹിയർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന് ഉടമ വിവി, ഈ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട് വിട്ട് കളഞ്ഞ ഈ ഒരു വീഡിയോ എനിക്ക് ഇന്നലെ വൈകിട്ട് അവൻ ഷെയർ ചെയ്തു. എന്നിട്ട് അവൻ പറഞ്ഞാൽ നീ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞാൽ ഞാനിത് കണ്ടതാന്ന് തോന്നുന്നു, ഞാൻ മൊത്തം നോക്കിയില്ല, ഞാൻ പകുതി വെച്ച് നിർത്തി വിട്ട് കളഞ്ഞു എന്ന് പറഞ്ഞു. വിവി എന്നോട് പറഞ്ഞു ഈ വീഡിയോ നീ ഒന്ന് മൊത്തം കണ്ടു നോക്ക്, എന്നിട്ട് ഇവന്റെ ചാനലിൽ വേറെ 2-3 വീഡിയോ ഉണ്ട്, എല്ലാം ഒന്ന് കാണിരുന്നു, എന്നിട്ട് നിനക്ക് എന്താ ഇതിനെപ്പറ്റി തോന്നുന്നത് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറഞ്ഞു. കാരണം എനിക്ക് തോന്നുന്നു മിക്കവാറും ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് വിവിയും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്ത് കാണും. കാരണം വിവി എന്നോട് പറഞ്ഞു, എടാ വെറും ചെറ്റത്തരമാണ് അവനതിനകത്ത് കാണിക്കുന്നത്, അതെന്തായാലും നമ്മൾ പുറത്ത് കൊണ്ടുവരണം, നമുക്ക് ആൾക്കാരെ അറിയിക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ എന്തായാലും വിവി എന്തായാലും ആ വീഡിയോ ചെയ്യും, അപ്പൊ എന്നോടും ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനും ഇരുന്ന് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനകത്ത് കുറച്ച് ക്ലിപ്സ് വെച്ച് തരും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു വിവിയുടെ ചാനലിൽ കുറച്ചും കൂടെ കൂടുതൽ ക്ലിപ്പ് വിവി വെക്കാൻ ചാൻസ് ഉണ്ട്. വിവിക്ക് കുറച്ചും കൂടെ കാര്യം, കാരണം വിവിക്കൊക്കെ ഇത് കണ്ടപ്പോൾ മൊത്തത്തിൽ പൊട്ടി. ഇന്നലെ എന്നോട് വിളിച്ച് സംസാരിച്ചപ്പോഴേ വിവി എന്നോട് ചോദിച്ചു, എന്ത് വൃത്തികേടാണ് യൂട്യൂബ് എന്ന് പറഞ്ഞ്. കാരണം ഫാമിലി ഒരു ബ്ലോഗ്, ഒരു ചാനലാണ്, അതിനകത്ത് വന്നിരുന്നിട്ട് ഫാമിലിയെ പറ്റി നീ സംസാരിച്ചോ. ഫാമിലി വ്ളോഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാകുമ്പോഴത്തേക്ക് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ കാണിക്കും. പക്ഷേ ഈ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എനിക്ക് തോന്നുന്നു മലയാളി എന്ന് പറയാൻ പറ്റത്തില്ല, ലോകത്തിലുള്ള 99% ആളുകളുടെ വീട്ടിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണും. ഇപ്പൊ നമ്മുടെ അച്ഛനോ അമ്മയായിട്ടോ ഇല്ലെങ്കിൽ ഭാര്യയായിട്ടോ പെങ്ങളായിട്ടോ ആങ്ങളെയായിട്ടോ ഒക്കെ പ്രശ്നങ്ങൾ കാണും. പക്ഷെ അതെല്ലാം കൂടെ വന്നിരുന്ന് ഈ യൂട്യൂബിനകത്ത് തള്ളേണ്ട കാര്യം അത് ഇച്ചിരി മോശം പരിപാടി. അതിന്റെ ആവശ്യമില്ല. ഫാമിലി വ്ളോഗ് ഓക്കെ, ഫാമിലി നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിക്കാം. പക്ഷെ എല്ലാവർക്കും പേഴ്സണലായിട്ട് കുറെ കാര്യങ്ങൾ കാണുമല്ലോ, അത് വന്നിരുന്ന യൂട്യൂബിനകത്തൂടെ കാണിച്ച് നാട്ടുകാരെ അറിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു നല്ല പരിപാടിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഈ വീഡിയോയിലേക്ക് അല്ലെങ്കിൽ അവന്റെ വീഡിയോ അവൻ പറഞ്ഞ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു വെക്കുകയാണ്. ഇനി നിങ്ങൾ ആ പയ്യൻ ആ ഒരു ചാനൽ ഇട്ടിരിക്കുന്ന കുറച്ച് അവൻ ഇട്ട ഒരു 1-2 വീഡിയോയുടെ കുറച്ച് പോർഷൻസേ ഞാൻ കാണിക്കുന്നുള്ളൂ, അത് കാണും, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഹലോ, ഇപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോ ഇല്ലായിരുന്നു. ഇന്നും വീഡിയോ ഇടാൻ പറ്റുമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇന്ന് നമുക്ക് വീഡിയോ ഷിഫ്റ്റ് ചെയ്യുന്നത് വേറെ ഒന്നുമില്ല. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ ഇറക്കി വിട്ടതാണ്, വേറെ ഒന്നുമില്ല. ഇന്ന് രാവിലെ ജസ്റ്റ് ബാത്റൂം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ തുടങ്ങിയ പ്രശ്നമാണ്. ഇപ്പം ഞാൻ അവരെ എല്ലാം ഇരിക്കാം എന്തോ അറിയില്ല. എനിക്ക് 2 മക്കളെ ഉണ്ടായിക്കഴിഞ്ഞാൽ 2 പേരെ ഒരുപോലെ കാണുക. എൻ്റെ സഹോദരിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാം കൊടുത്തു, സ്ഥലമായിട്ടാണെങ്കിൽ കാശായിട്ടാണെങ്കിൽ സ്വർണ്ണം. അന്ന് എൻ്റെ കയ്യിൽ കാശില്ലായിരുന്നു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കഥകൾ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക്. ഇന്ന് രാവിലെ ചിന്നു കൂടെ നിൽക്കുകയാണ്. ഞാൻ ബാത്റൂം കഴുകിക്കൊണ്ട്, ഇന്നത്തെ ഇൻസിഡൻറ്റ് ഞാൻ പറയാം, ബാത്റൂം കഴുകിക്കൊണ്ട് നിൽക്കുക. ഇവിടെ മേളിൽ സ്റ്റാഫ് ലേഡീസൊക്കെ ഉണ്ട്. അപ്പോൾ പൂട്ടിയിട്ട് കഴുകിക്കൊണ്ട് ഇവരൊക്കെ ഇത് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ അവരവരെ സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്യും. ആ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന് ഒരാൾ വരുമ്പോൾ കയറാൻ പറ്റില്ല. അമ്മ അതിൽ ചളിയുക. 2 പെണ്ണുങ്ങളുള്ളതാണ്. എൻ്റെ അമ്മയെന്ന് വെച്ചെങ്കിൽ എൻ്റെ കുട്ടികളെ നോക്കാൻ പഠിച്ചിട്ട് ജോലിക്കാണ് പോണത്. അതിൽ നമുക്ക് അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇന്ന് പിന്നെ എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഹൈ ബി പി കയറും. രാവിലെ എന്നെ വീണ്ടും ഇറിറ്റേറ്റ് ചെയ്തു. ഞാൻ കാണിച്ചത് എനിക്ക് പിന്നെ ബന്ധങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ആരെയും ഉപദ്രവിക്കണ്ടെന്ന് തോന്നി. ഞാൻ അതിന് പകരമായിട്ട് ഞാൻ തന്നെ പിന്നെ ചെയ്തിട്ട സാധനങ്ങൾ ഞാൻ അടിച്ചു പൊട്ടിക്കില്ല എന്നല്ല, ഞാൻ കാണിച്ചു തരാം. എനിക്കിപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്കുള്ള പ്രശ്നം, എനിക്ക് 2 മക്കൾ അടുത്തടുത്തുണ്ടായിപ്പോയി. അത് 2 പെൺകുട്ടികളായിപ്പോയി. അതിനാണ് എന്നെയും എൻ്റെ ഭാര്യയും ടോർച്ചർ. മോന് കരച്ചിലൊക്കെ അങ്ങ് വരുക. മോൻ അവിടെ പറഞ്ഞ കാര്യം അത് ചെറിയൊരു കാര്യമല്ല. അതായത് ഇവന്റെ അച്ഛനും അമ്മയ്ക്കും ഇവന് പെൺപിള്ളാരായതുകൊണ്ട് ഭയങ്കര ദേഷ്യമാണെന്നാണ് അവൻ പറയുന്നത്. മോനെ ചെറിയൊരു കേസല്ല കേട്ടോ നീ പറഞ്ഞു വെക്കുന്നത്. ഇതൊരു പോലീസ് കേസൊക്കെ ആയിക്കഴിഞ്ഞാൽ നീ പെടും. അതുപോലെ തന്നെ തുടക്കത്തിൽ അവനൊരു കാര്യം പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? അവന്റെ പെങ്ങൾക്ക് സ്ഥലവും കാര്യങ്ങളും ഒക്കെ കൊടുത്തു, അവന് കൊടുത്തില്ല. അതിന്റെ പേരിലുള്ള അവന്റെ സംശയമാണ്. ചിലപ്പോ ഞാൻ അവരുടെ മോനായിരിക്കത്തില്ല, അതുകൊണ്ടായിരിക്കും എഴുതി തരാത്തത് എന്നുള്ള ഒരു സാധനമാണ് അവന്റെ സംശയം. എടാ, പെങ്ങള് കല്യാണം കഴിച്ച് വേറെ വീട്ടിൽ പോയില്ലേ, അപ്പൊ പെങ്ങൾക്ക് എഴുതി കൊടുത്ത് വിടണ്ടേ?
ഒന്ന് ചിന്തിച്ചൂടാ നിനക്ക്? നീ നിന്റെ വീട്ടുകാർ നിന്റെ അച്ഛന്റെ അമ്മയോടല്ലേ താമസിക്കുന്നത്? അപ്പൊ അവരുടെ കാലശേഷം നിനക്ക് എഴുതി തന്നാ പോരെ? ഇപ്പോഴേ നിനക്ക് എല്ലാം കിട്ടി മറ്റേ തിന്ന് ഇരിക്കാനാണോ? മറ്റേ രാവിലെ എണീറ്റ് മറ്റേ വീടും സ്ഥലമൊക്കെ അങ്ങ് വിഴുങ്ങി കഴിയുമ്പോഴത്തേക്ക് ദഹിച്ച് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, അറിയാൻ പാടില്ല. നിന്റെ ഒരു വിഷമം അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നിനക്ക് സ്ഥലവും വീടും ഒന്നും എഴുതി തരാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് കേട്ടാ. പക്ഷെ അവന് സങ്കടമൊന്നുമില്ല, അതവൻ പറയുന്നുണ്ട്. അവന് സങ്കടമൊന്നുമില്ലെന്ന് അവൻ വേറെ വീഡിയോയിലൊക്കെ വന്നിരുന്ന് പറയുന്നുണ്ട്. പക്ഷെ അവന്റെ മോന്തക്കത്തെ ആ ഒരു വിഷമം നമുക്ക് മനസ്സിലാകാം. ഇതാണ്ടോ ഞാൻ ചെയ്തിട്ടാണ് അടിച്ചിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ മെയിൻ ആൾക്കാർ ഇവരൊക്കെയാണ്. എന്തിനാണ് നമ്മളൊക്കെ എല്ലാ മക്കളെ ഒരുപോലെ കാണുക? വയസ്സായി കഴിഞ്ഞാൽ കൊച്ചുമക്കളെ നോക്കി വീട്ടിലിരിക്കുക. ഒരു പ്രാവശ്യം പണി നടത്തിച്ചതിന് ശേഷം എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്ത്. അപ്പൊ അങ്ങനെയാണ് കേസ്. അവിടെ കിടക്കുന്ന സാധനവും കാണിച്ചാണ്ടാ നിങ്ങള് അടിച്ചു പൊട്ടിച്ചിട്ടേക്കുന്നേ. അവൻ അടിച്ചു പൊട്ടിച്ചിട്ടതാ. അവന് ദേഷ്യം വരുമ്പോ അവൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരുത്തന് വീടും സ്ഥലമൊക്കെ അവർ എഴുതി കൊടുക്കുക. എന്നിട്ട് അവന് BP കൂടുമ്പോ അവൻ ചെയ്യുന്നതാണെന്നൊക്കെയാണ്. എന്താ പറയണ്ടേ ഇവനെ? ഇവനെ എന്താ പറയണ്ടേ? നിങ്ങൾ പറ ബാക്കി. കല്യാണത്തിന് മുന്നേ എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്ത് ഞാൻ നാട് വിട്ടു പോകാൻ എൻ്റെ പരിപാടി. ഈ വീട് സ്ഥലം ഇന്നേ വരെ എൻ്റെ പേരിൽ എഴുതരാത്ത വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ അവരെ നോക്കുമെന്നുള്ള പേടി കൊണ്ടാണ്. നോക്കല്ല എഴുതി കൊടുത്തിട്ടുണ്ട്. എനിക്കത് കുഴപ്പമില്ല. എൻ്റെ എപ്പോഴും പ്രശ്നമാകുമ്പോൾ ഇറങ്ങിപ്പോന്ന് പറയും. മറ്റുള്ളവരുണ്ടാക്കിയിട്ട് എനിക്ക് അനുവിന് താല്പര്യമില്ല. 4 വർഷം കൊണ്ട് പൊട്ടിച്ച പൈസ ഉണ്ടെന്ന് ഇതിനേക്കാളും ബംഗ്ലാവ് പണിയായിരുന്നു. നീ ബംഗ്ലാവൊക്കെ പണിഞ്ഞോ? പക്ഷെ പിന്നെന്തിനാ നീ ഇടയ്ക്ക് വന്നിട്ട് ഇത് തന്നെ പറയുന്നത്? നിനക്ക് എഴുതി തന്നില്ല എന്ന്. എടാ, നിനക്കത് ആവശ്യമില്ലെങ്കിൽ പിന്നെ ഇത് പറഞ്ഞോണ്ടിരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നീ വീട്ടിൽ ഇരുന്ന് കണ്ണാടി നോക്കി പറ. ഇത് നാട്ടുകാരെ മൊത്തം എന്തിനാ നീ അറിയിക്കുന്നത്? നീ ഇത് പറയുന്നതിനകത്തൊന്നും നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാവുന്നതാണ്. മോനെ, നിനക്ക് മറ്റേ പൊട്ടിയിരിക്കുക. നിനക്ക് അവരൊന്നും എഴുതി തരുന്നില്ല. അതിന്റെ പേര് നിനക്ക് മറ്റേ പൊട്ടിയിരിക്കുന്ന ഒരവസ്ഥ. എന്നിട്ട് പിന്നെ നിനക്ക് സങ്കടമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതിന് പൊട്ടിച്ചു കളഞ്ഞ കാശുണ്ടായിരുന്നെങ്കിൽ അത് മറ്റേ വലിയ സാധനം മേടിച്ചേനെന്നുള്ള മോഡൊക്കെ കഷ്ടപ്പെടേ. അവര് ചത്തില്ലല്ലോ, അവര് ജീവനോടില്ലേ? കുറച്ചും കൂടെ ഒക്കെ കഴിയട്ടെ. ഇപ്പോഴേ നിനക്ക് എന്തിനാ ഇതെല്ലാം കൂടെ എഴുതി മേടിച്ച് വെച്ചിട്ട്? നീ അവരോടല്ലേ താമസിക്കുന്നത്? നീയല്ലേ, ഒരു മോനല്ലേ ഉള്ളൂ. പിന്നെ പെങ്ങളല്ലേ, പോയില്ലേ? പെങ്ങൾക്ക് കെട്ടിച്ച് വിട്ടില്ലേ? എന്തിനാ പിന്നെ നിനക്ക് ഇത്രയും ഇങ്ങോട്ട്? എന്നിട്ട് നാട്ടുകാരെ കാണിച്ച് എടാ പൊട്ടാ. നീ ഇതിരുന്ന് നാട്ടുകാരോട് പറയുമ്പോഴത്തേക്ക് നിന്റെ കമന്റ് ബോക്സ് ഒക്കെ ഞാൻ കണ്ടത്. എന്റെ കമന്റ് ബോക്സ് വേണമെങ്കിൽ നിങ്ങൾ പോയി ഒന്ന് നോക്കിയാൽ മതി. കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം മറ്റേ വിവരക്കേടാ ഇരുന്ന് കാണിക്കുന്നതെന്ന്. പിന്നെ നമുക്ക് മലയാളികൾക്കുള്ള ഒരു പ്രശ്നം, അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം, അതിപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ പോയി നോക്കും. പ്രത്യേകിച്ച് ചെന്നിരുന്ന് അവന്റെ കമന്റ് ബോക്സ് ഇരുന്ന് തെറിയും പറയും. ആ തെറി പറയുന്നതുകൊണ്ട് തന്നെ അത് റീച്ചായി അവന്റെ വീഡിയോ നല്ല രീതിയിൽ റീച്ച് ആവുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അവന് കാശും കിട്ടുന്നുണ്ട്. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇവന്റെ മറ്റേ കമന്റ് ബോക്സിൽ തെറി പറയാൻ പോകുന്നവര്. കാരണം നിങ്ങൾ തെറി പറയുന്നതോറും അവന്റെ വീഡിയോ റീച്ച് ആവും, അവന് കാശ് കിട്ടും. അവന്റെ ഉദ്ദേശം അത് തന്നെയാണ് കാശുണ്ടാക്കുക ഇങ്ങനത്തെ സാധനങ്ങൾ പറഞ്ഞ്. പക്ഷെ അവിടെ ഒരു ഇച്ചിരി ഉളുപ്പുണ്ടെങ്കിൽ നീ ഈ പരിപാടി കാണിക്കത്തില്ല. സ്വന്തം അപ്പനെ അമ്മയും വരെ തെറി പറഞ്ഞിട്ട് ഇപ്പൊ ഇവന്റെ അമ്മയും പറയുന്നുണ്ട്, പിന്നെ ഇവന്റെ അപ്പനെയും കുറച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട്. ഇതെന്തായാലും കാണും. പക്ഷെ എന്തോ എനിക്ക് കിടന്ന് സംസാരിക്കണമെന്നും വയ്യ അടുത്ത്. എനിക്ക് ഒരു സൈക്കിൾ പോലും നല്ലൊരു സൈക്കിൾ പോലും ആരും വാങ്ങിച്ചു തന്നില്ല. എൻ്റെ അപ്പനാണ് എല്ലാം വാങ്ങിച്ചു തരുന്നത്. എൻ്റെ ജീവിതം ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ 4 സിനിമ എടുക്കാം. ഞാൻ പലതും ഈ വീഡിയോ ഞാൻ അനലൈസ് ലിങ്ക് ഇട്ടിട്ട് റിലേറ്റീവ്സിന് എല്ലാവരും കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചു. പക്ഷേ ഇനി ഇത് എനിക്കുണ്ടായ അനുഭവം ഇനി ഒരു മകനോ മകൾക്ക് ഉണ്ടാവരുത്. അതുകൊണ്ട് സമൂഹം അറിയണം. ഒരു ദിവസം ഞാനും അച്ഛനുമായിട്ട് പ്രശ്നമാവാൻ കാരണം തന്നെ എൻ്റെ അമ്മ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ അവൻ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അവന്റെ അപ്പനും അവനും പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം അവന്റെ അമ്മ. അതുപോലെ തന്നെ അവന്റെ കഥ, അവന്റെ ജീവിതം സിനിമയാക്കാനുള്ള കഥയുണ്ടെന്നൊക്കെ അവൻ പറയുന്നത്. നീ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണോ നീ ഉടായ്പെല്ലാം കൂടെ മറ്റേ യൂട്യൂബിനകത്തോടെ വിളിച്ചിരുന്ന് പറയുന്നത്? ആരെങ്കിലും വന്ന് സിനിമ ആക്കിക്കോട്ടെ നീ അടിച്ചിട്ട്. എനിക്ക് നിന്റെ ലൈഫ് എനിക്കും തോന്നുന്നു സിനിമയാക്കാനുണ്ടോ. അങ്ങനെ ഒരു സിനിമ ആണെങ്കിലും എടുക്കുവാണെങ്കിൽ തുടങ്ങേണ്ടത് എവിടുന്നാന്നറിയാവോ? നാട്ടുകാരെ പറ്റിക്കുന്ന ഡ്രീം റൈഡർ എന്നും പറഞ്ഞു വേണം ടൈറ്റിൽ ആ പടത്തിന് ആദ്യമേ കൊടുക്കാൻ. എന്നിട്ട് തുടങ്ങേണ്ടത് യൂട്യൂബ് വഴി കുറെ പേര് ഇവന്റെ ഈ സാധനം കണ്ടോണ്ടിരുന്നിട്ട് തന്തയ്ക്ക് വിളിക്കുന്നതാണ്. അങ്ങനെ സിനിമ തുടങ്ങണം. എന്നിട്ട് ഇവന്റെ ലൈഫിലോട്ട് പോയാൽ മതി. കാരണം ഇവന്റെ ലൈഫിലെ പകുതി മുക്കാലും ഇവനിങ്ങനെ നാട്ടുകാരെ പറ്റിക്കുന്നതിനകത്തുനിന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഓക്കെ, ഇനിയും ഇത് ഒരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവൻ ചെയ്തൊരു വീഡിയോ, അതിനകത്തെ കുറച്ച് ഭാഗമാണ് ഞാനിപ്പോ ഈ കാണിച്ചു തന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇവൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്തെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മുടെ പേരിലായിരിക്കും, അപ്പോൾ അവരെ പേരിലായിരിക്കും ഇറങ്ങി പോകാൻ പറയും. പിന്നെ ഒരു കാര്യം വെച്ച് ഞാൻ എപ്പോഴും പറയുന്ന ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാഥാലയത്തിന് പറയും. ഞാൻ ഇറങ്ങുന്നതിൻ്റെ വീട് വിട്ട് ഇറങ്ങുന്നതിൻ്റെ അന്ന് വരെയും പറഞ്ഞിട്ടുണ്ട് അനാഥാലയത്തിന് എഴുതി കൊടുക്കുന്നുള്ളൂ. അതൊക്കെ നല്ല കാര്യമാണ്. നന്മയുള്ളൊരു മനസ്സിൽ മാത്രമേ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റൂ. അച്ഛൻ പക്ഷേ അങ്ങനെ നന്മയുള്ളൊരു മനസ്സിന് ഉടമയാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ കൊടുത്തിട്ടില്ല. അതൊക്കെ പറച്ചില്ല മാത്രമേ ഉള്ളൂ. അത് ചില സമയം ഓർക്കുമ്പോൾ കോമഡി ആയിട്ട് തോന്നും.
അല്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങളൊക്കെ എന്താ പറയുക, അനുഭവിക്കാത്ത എല്ലാവർക്കും നമ്മുടെ ജീവിതങ്ങളൊക്കെ കോമഡിയാവും. അതെങ്ങനെ വേണോ ചിന്തിച്ചോട്ടെ, എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. ആരെയും സെൻറ്റിമെൻറ്റ്സ് പിടിച്ച് പറ്റുക എന്നല്ലല്ലോ നമ്മൾ ആലോചിക്കുന്നത്. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് വേണ്ട രീതിയിൽ അവതരിപ്പിച്ച് അവരെ കുറ്റപ്പെടുത്തി എനിക്ക് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ എപ്പോഴും കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കും, പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയും, അനാഥാലയത്തിന് എഴുതി കൊടുക്കും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ചോദിക്കാറില്ല എൻ്റെ വീടിൻ്റെ ഷെയറോ വീടോ, അവിടെ നിന്നൊരു കസേര പോലും അവർ വാങ്ങിച്ചിട്ട് ഒരു കസേര പോലും ഞാൻ അവിടെ നിന്ന് എടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ എന്നിട്ട് വന്നപ്പോൾ എൻ്റെ ഒരു 4 കസേര അവിടെ കിടപ്പുണ്ട്. ആ 4 കസേരയ്ക്ക് പകരം എൻ്റെ വീട്ടിലൊരു ഡൈനിങ് ടേബിളായിപ്പോയി. അതൊരു ഫൈബറിൻ്റെ ഒരു ലോക്കൽ ഡൈനിങ് ടേബിൾ എൻ്റെ അടുത്തും ആയിപ്പോയി. 4 ചെയർ സജീവ് ഫർണിച്ചറിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്, അതും അവിടെ ആയിപ്പോയി. അത് കുഴപ്പമൊന്നുമില്ല, അവിടെ കിടന്നോട്ടെ, അവർ ഉപയോഗിച്ചോട്ടെ, എനിക്ക് അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ ബാക്കി ഇട്ടിട്ട് വരുമായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് എൻ്റെ ഉള്ള എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് ഇറങ്ങാനാണ് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് പറഞ്ഞത്. അവർ കുഴപ്പമില്ല, അവർ ജീവിക്കട്ടെ. എന്തായാലും ഒരു വയസ്സാം കാലത്ത് മറ്റൊരാളുടെ ആശ്രയമില്ലാതെ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അച്ഛൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അമ്മ കാരണം അച്ഛനുമായിട്ട് വഴക്കുണ്ടായി, ഇങ്ങനത്തെ കഥകളെല്ലാം പറഞ്ഞിട്ട് അവൻ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവൻ ഇട്ട ഒരു വീഡിയോയ്ക്ക് വോയിസ് കുറച്ച് കുറവാണ് കേട്ടോ, അതാണ് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കേൾക്കാത്തത്. അവൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, അവൻ ആരുടെയും സെന്റിമെന്റ്സിന്റെ ആവശ്യമില്ല, എനിക്ക് സെന്റിമെന്റ്സ് പറഞ്ഞു നടന്നിട്ട് ഇവിടെ കാര്യമൊന്നുമില്ല എന്നുള്ളൊരു സാധനമാണ് ഈ മുതലാളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന് മുമ്പ് അവൻ പറയുന്ന മൊത്തം സെന്റിമെന്റ്സ് കഥയുമാണ്. ഇവനെ എന്താ ചെയ്യണ്ടേ? ഇവനെ എന്താ എനിക്ക് അറിയാൻ പാടില്ല. ഇങ്ങനെയുള്ള ഓരോ പറ്റീരുകൾ നടക്കുന്നുണ്ട് യൂട്യൂബിൽ. പ്രത്യേകിച്ച് ഈ ഫാമിലി വ്ലോഗൊക്കെ ചെയ്യുന്ന ബാക്കി എല്ലാവർക്കും കൂടെ നാണക്കേടാ ഇവനെ പോലുള്ള ഓരോ ഐറ്റങ്ങൾ. ഇവനും ഉണ്ട്, പിന്നെ മറ്റേ മല്ലു ഫാമിലിയോ എന്ന് പറഞ്ഞൊരു ചാനലും ഉണ്ട്. ഉടായ്പിന്റെ ഉസ്താദ് പരിപാടികളാണ് കാണിക്കുന്നത്. മര്യാദയ്ക്ക് ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ആളുകൾക്കും പേരുദോഷം ഉണ്ടാക്കും, ഉറപ്പാ. ഇനിയും ഞാനൊരു പരിപാടി കാണിച്ചു തരാം. ഇവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ 7 ദിവസം മുമ്പ് ഇട്ട ഒരു വീഡിയോയുടെ തംബ്നെയിലും ജസ്റ്റ് ആ റൈറ്റിംഗ് ഞാനൊന്ന് കാണിച്ചു തരാം. 5 പോലും കൂടെ നിന്നില്ല, സ്വന്തം സഹോദരി പോലും കാലുമാറിയ അവസ്ഥ. ഇത് 7 ദിവസം മുമ്പുള്ള വീഡിയോ. അത് കഴിഞ്ഞിട്ട് 5 ദിവസം മുമ്പുള്ള ഒരു വീഡിയോ ഉണ്ട്. അതിന് വേണ്ടിയിട്ടേക്കുന്നത് എല്ലാം പറഞ്ഞു തീർത്തു, അഞ്ജുവുമായി എല്ലാം പറഞ്ഞു തീർത്തു, പിണക്കങ്ങളല്ല എന്നുള്ളൊരു സാധനം ഇവന് ഇട്ടിട്ടുണ്ട്. പിണക്കങ്ങളെല്ലാം അവനങ്ങ് തീർത്തു, മനസ്സിലായില്ലേ? ഇന്ന് അവനൊരു വീഡിയോ ഇടും, പെങ്ങളുമായിട്ട് മുട്ടൻ സീൻ, പെങ്ങൾ വെറും മറ്റേ സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇവൻ വീഡിയോ ഇടും. 2 ദിവസം കഴിഞ്ഞിട്ട് ഇവന്റെ ആ സാധനം അങ്ങ് മാറ്റും. അയ്യോ അവള് പാവം, അവളുമായിട്ട് എല്ലാ പ്രശ്നങ്ങളും തീർത്തു. ഇതാണ് ഇവന്റെ പരിപാടി. ഇവനെ എന്താണ് വിളിക്കേണ്ടതെന്ന് നിങ്ങൾ പറ. ഇവനെ എന്താ വിളിക്കേണ്ടത്? 4 ദിവസം മുമ്പ് ഇവനിട്ട വീഡിയോ ആണ്. അച്ഛനൊക്കെ നല്ലൊരു വാച്ച് പോലും വാങ്ങി തന്നിട്ടില്ല, അച്ഛൻ ബുദ്ധിമുട്ടിച്ചത് കുറച്ചൊന്നുമല്ല. ഇതാണ് ഇവൻ 4 ദിവസം മുമ്പ് ഇട്ട ഒരു വീഡിയോ. 2 ദിവസം മുമ്പ് ഇവനിട്ട വീഡിയോ, മാസങ്ങൾക്ക് ശേഷം വീട്ടിൽ കയറിയപ്പോൾ അച്ഛൻ എന്നോട് ചെയ്തത് എന്ന് പറഞ്ഞിട്ടാണ്. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു മാറ്റവുമില്ല. ഇതാണ് ഇവന്റെ പരിപാടി. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് അവന്റെ തന്ത ഏറ്റവും അഴുക്കപ്പയല്, നാളെ അവന്റെ അച്ഛൻ ഏറ്റവും നല്ല മനുഷ്യൻ, കർത്താവിന്റെ തൊട്ടിപ്പറയിരുത്തുന്ന ആള്. ഈ സെറ്റപ്പാണ് ഇവൻ കാണിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവരെ മണ്ടന്മാരാക്കുക. തംബ്നെയിലൊന്നും നിങ്ങൾ നോക്കണ്ട. അങ്ങനെയുള്ള തംബ്നെയിലുകൾ പലതും ഇട്ട് കഴിഞ്ഞാലേ ഇവിടെ വീഡിയോകൾ കയറത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അത് വിടുന്നു. പക്ഷെ ഇവൻ അതിനകത്ത് വന്നിരുന്ന് പറയുന്ന കഥയോ, സ്വന്തം തന്തയും തള്ളയൊക്കെ അവൻ ഇന്ന് വന്നിരുന്ന അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ അവിടെ എല്ലാ പാവങ്ങള്. ഇവൻ എനിക്ക് തോന്നി, ഇവൻ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടു, ഇവൻ കള്ളു കുടിക്കാറുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നി ഇവൻ ഈ ചെയ്യുന്നത് എല്ലാം അടിക്ക് ഫിറ്റ് ആയിട്ട് ഇരുന്നിട്ടാണോ എന്നൊരു, സാധാരണ നമ്മൾ അങ്ങനെ പറയുന്ന മോശമാണ്. എന്നാലും ഒരു സംശയമാണ് ഇവൻ ഈ പരിപാടി കാണുമ്പോഴത്തേക്ക്. കാരണം അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? പ്രത്യേകിച്ച് സ്വന്തം വീട്ടിൽ നടക്കുന്ന, ഞാൻ ആദ്യമേ പറഞ്ഞ കണക്ക് പേഴ്സണൽ ഇഷ്യൂസ്, അത് ഏതൊരു ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ഒരാളുടെ ആണെങ്കിലും അയാളുടെ വീട്ടിൽ നടക്കുന്ന ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ്, അതൊന്നും അങ്ങനെ പുറത്തു വന്നിരുന്ന ഒരു പരിധിയിൽ കൂടുതൽ ചിലപ്പോൾ പറയുമായിരിക്കും എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു പോകത്തേ ഉള്ളൂ. അല്ലാതെ ഡീറ്റെയിൽ ചെയ്യാനും ഇതേ കണക്ക് സ്ഥലം പെങ്ങക്ക് കൊടുത്തു എനിക്ക് തന്നില്ല, അങ്ങനെയാണ് അവരെന്നോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അതും സ്ഥിരം ഒരു 4-5 ഒക്കെ വീഡിയോ ഇത് തന്നെ വെച്ച് ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണത്. ഇങ്ങനെയുള്ളവരെയൊന്നും ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങളും അത് ചെയ്യരുത്. ഈ വീഡിയോ പോയി കാണുന്നവരാണെങ്കിലും ഇവന്റെയൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾ കമന്റ് ഒന്നും ഇടാതിരിക്കുക. കമന്റ് ഇടുമ്പോൾ വീണ്ടും റെക്കമെൻഡേഷനിൽ പോകും. ഇങ്ങനത്തെ ഒരു സാധനം കാണുമ്പോൾ എല്ലാവരും കയറി നോക്കുമ്പോ എന്തുവാ സ്വന്തം തന്തയും തള്ള ഇരുന്ന് അവരാധിക്കുവോ ഈ അവരാധി മോൻ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്തേക്കാം. ഒരു കാര്യം ലാസ്റ്റ് ആൻഡ് ഫൈനൽ കട്ട് അങ്ങ് പറഞ്ഞിട്ട്, എനിക്ക് ഇവന്റെ ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയോ? പ്രത്യേകിച്ച് ഇവൻ ലാസ്റ്റ് ഇപ്പോഴൊരു വീഡിയോ ഉണ്ട്, ഇവന്റെ അച്ഛനുമായിട്ട് ഇവൻ സംസാരിക്കുന്ന ഒരു വീഡിയോ, ഇവനെ തിരിച്ച് വീട്ടിൽ കയറി എന്നൊക്കെ പറഞ്ഞ് ഉള്ളൊരു വീഡിയോ. ഞാൻ അതിന്റെ കട്ടിക്കൊന്നും ഇവിടെ വെച്ചിട്ടില്ല.
അതും കൂടെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കൺഫേം ആയി ഇവൻ പറയുന്നത് എല്ലാം ഉടായിപ്പ്. ഇവൻ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇവന്റെ വീട്ടിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവൻ ചുമ്മാ നാട്ടുകാരെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വന്നിരുന്ന് പറഞ്ഞ് കേൾപ്പിച്ച് കുറച്ച് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുക, വ്യൂസ് ഉണ്ടാക്കുക. ഇപ്പൊ സബ്സ്ക്രൈബേഴ്സ് കയറിയില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് കയറുന്നുണ്ട്. കാരണം നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മലയാളികൾക്ക് ഒരു ഇഷ്ടം ഉണ്ടല്ലോ പോയി കാണാൻ. അത് കണ്ട് കുറെ പേർക്കൊക്കെ മനസ്സിലാവും ഇവന് കാണിക്കുന്നതൊക്കെ വെറും കള്ളത്തരമാണ്, വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുന്ന കുറെ ആളുകൾ ചെന്ന് നല്ല പച്ചത്തെറി വിളിക്കും ഇവനെ, ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി. അങ്ങനെ വീണ്ടും ആ വീഡിയോ റീച്ച് ആവും. അവനറിയാം ഇത് അങ്ങനെ റീച്ചായി അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടും, അതിനകത്തൊന്നും നല്ല കാശ് കിട്ടും. അതിനുവേണ്ടി അവൻ ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ. പക്ഷെ വീണ്ടും ഞാൻ പറയുന്നു, അതിനുവേണ്ടി നിന്റെ അച്ഛനെയും അമ്മയും വരെ നീ എടുത്തിട്ട് ഉപയോഗിച്ചത് വെറും ഡാഡി ഇല്ലാത്ത പരിപാടിയായി പോയടാ മോനെ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ? താഴെ കമന്റ് ബോക്സ് ഉണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്തുക.